എവ്രിവൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. പാതിരാത്രിയുടെ ടീസർ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ റിവ്യൂ ആണ്. ഞാൻ ഓൾറെഡി കുറച്ച് പ്രാവശ്യം കണ്ടു. ആസ് യൂഷ്വൽ എനിക്ക് ഈ ടീസർ ഇൻസ്റ്റൻ്റായിട്ട് കണ്ടിട്ട് അപ്പോൾ തന്നെ റിവ്യൂ ഇടുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യുന്നതിനെ പറ്റിയോ വലിയ താല്പര്യമില്ല. കാരണം ഇൻ കേസ് അത് എന്തെങ്കിലും ബോറാണെങ്കിൽ എൻ്റെ മുഖത്ത് അങ്ങനെ കാണിക്കുക. എനിക്ക് ഓർഗാനിക്കായിട്ട് വരുന്നത് ചെയ്യാനാണ് പൊതുവേ ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു 2-3 പ്രാവശ്യം കണ്ട് പിന്നെ പറയാനുള്ള പോയിൻറ്റ്സ് എല്ലാം പഠിച്ചെടുത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഞാൻ ഇത് ചെയ്യുന്നത്. അൺകംഫർട്ടബിൾ ഇൻ ദാറ്റ് വേ. അതുപോലെ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടീസറുകളൊക്കെ ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ OG, കാന്താര 2, ഐ മീൻ ചാപ്റ്റർ 1 അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഓക്കെ തിയേറ്ററിൽ കാണാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാം കാരണം വിഷ്വലി ഭയങ്കരമായിട്ട് ചെയ്യുക, പാൻ ഇന്ത്യൻ ലെവലിലാക്കുക. അപ്പോൾ അതൊക്കെ വരട്ടെ, വന്നതിന് ശേഷം അതിനെപ്പറ്റി പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ പ്രൊജക്റ്റിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഇത് ഓണാവുന്നതൊക്കെ ഇപ്പോഴാണ് ആക്ച്വലി ഞാൻ അറിയുന്നത് തന്നെ, ഈ ടീസർ വന്നപ്പോൾ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പുഴു, രത്തീനയുടെ ഫസ്റ്റ് മൂവി, മമ്മൂക്കയുടെ ആദ്യത്തെ OTT റിലീസായിട്ട് വന്ന മൂവി. എനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരുപാട് മമ്മൂക്കയുടെ നല്ല അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. മമ്മൂക്കയുടെ ഒപ്പമോ മേലെയോ ഒരുപക്ഷെ അപ്പുണ്ണി ശശിയെ നമുക്കിപ്പോൾ അതിനകത്ത് പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. പുള്ളിയുടെ ആക്ടിങ് എക്സലൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനുശേഷം പുള്ളിക്ക് അതിന് മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ പുള്ളി ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ പെർഫോമൻസ് റോള് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഒരു അണ്ടർ റേറ്റഡ് നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ഒരുപാട് നടന്മാരുള്ളൊരു സമയത്ത് എല്ലാവർക്കും അവർ അർഹിക്കുന്ന റോളുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതും ഒരു സംശയമാണ്. ബട്ട് എനിവേസ് ആ ഒരു കോമ്പിനേഷനിൽ വന്ന മൂവി. അപ്പം നമുക്ക് ടീസറിലേക്ക് പോകാം. നല്ല മഴയുള്ളൊരു രാത്രി. നിങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിച്ചവരല്ലേ, പിന്നെന്ത് പറ്റി? എല്ലാത്തിനും പോലെ പ്രേമത്തിനും വയസ്സുണ്ട്. നമ്മളൊരാളെ പരിചയപ്പെടുന്നു, അയാളെ ഇഷ്ടത്തിലാവും, കുറച്ചുകാലം പ്രേമിക്കുന്നു, അങ്ങനെ അത് അവസാനിക്കുന്നു. ഒരു മനോഹരമായ പൂ മുട്ടിട്ട് വിടർന്ന് അത് വാടി വീഴും പോലെ. ഡയറക്ടർ ഓഫ് പുഴു, ദാറ്റ്സ് മൈ പ്രതീക്ഷ. പാതിരാത്രി. സോ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരു ടീസർ റിയാക്ഷനായിട്ട് വന്നത്. സീരിയസ്ലി ഇതിനകത്ത് എന്തോ ഒരു കാര്യമായ ഒരു സംഭവം പറയാനുണ്ട്. പ്ലസ് ഇലവിഴ പൂഞ്ചിറയുടെ വൺ ഓഫ് ദ റൈറ്റർ ഷാജി മാറാടോ, സോറി പേര് തെറ്റിപ്പോയെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ ഇതിനകത്ത് കിട്ടുമെന്നുള്ളത്. യെസ്, ഷാജി മാറാട്, ഐ സെഡ് ഇറ്റ് റൈറ്റ്. പുള്ളി ഇതിനകത്ത് ഇൻവോൾവ് ആണ് റൈറ്ററായിട്ട്. പുള്ളിയുടെ ഫസ്റ്റ് സോളോ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ അത് വളരെ പ്രതീക്ഷയുള്ളതാണ്. പ്ലസ് രത്തീനെ പോലെ നല്ല ഇനിഷ്യൽ ഡയറക്ഷൻ വെഞ്ചറിൽ തന്നെ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുഴുവിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച പോലായിരുന്നു എനിക്ക് തോന്നിയത്. ടോക്സിക് പാരൻറ്റിങ്, ജാതിയിലെ ഉച്ചനീചത്വം, ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാത്തിലും കൂടെ വന്നിട്ട് അവസാനം എന്താ പറയുക, അതൊരു കൈവിട്ട് പോയതുപോലെ ഒരു ഇതായിപ്പോയി. പക്ഷെ നല്ല ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ടോക്സിക് പാരൻറ്റിങ് അലോൺ അത് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അതൊരു ഒരുപക്ഷെ മലയാളത്തിൽ വരാത്തൊരു, അങ്ങനെ ഭയങ്കര കോറായിട്ട് ഇൻറ്റൻസ് ആയിട്ടൊരു പാരൻറ്റിങ്ങിനെ പറ്റി പറയാത്തൊരു സിനിമ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നിയിരുന്നു. ബട്ട് എനിവേസ് ഈ പടം തീർച്ചയായിട്ടും ക്ലിക്കാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. റീസൺ ബീയിങ്, മമ്മൂക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഡയറക്ടേഴ്സിനെയും നിങ്ങൾ കണ്ടു നോക്കൂ. പുള്ളി ആ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ രണ്ടാമത്തെ ചിത്രം സൂപ്പറായിരിക്കും. ഈവൻ മാർത്താണ്ഡനെ വരെ ആ കേസിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തോന്നാ, ഒരു പടം എടുത്തല്ലോ മമ്മൂക്ക പ്രീസ്റ്റായിട്ടല്ല, ഒരു ഗുണ്ടയായിട്ട് വന്നിട്ട് പിന്നെ നാടക നടനായിട്ടൊക്കെ മാറുന്ന പടം. ആ പടം 8 നിലയിൽ പൊട്ടി. രണ്ടാമത്തെ പടം പാവാട വലിയ മെച്ചമല്ലെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. അതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. മമ്മൂക്ക വെച്ച് ആദ്യ പടം എടുത്ത് 8 നിലയിൽ പൊട്ടി. രണ്ടാമത് തൊട്ട് അവർ നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കും. രേഖാചിത്രം, പുള്ളിയുടെ ആദ്യത്തെ ചിത്രം പ്രീസ്റ്റ് ആയിരുന്നു. അതും ഒട്ടും അതൊരു കോമഡി ചിത്രമായിട്ട് മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പടം എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെടും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ പടം കണ്ടു കഴിയുമ്പോൾ എനിക്ക് വരുന്ന ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുപക്ഷെ അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചവരായിരിക്കാം. ഇതിനകത്ത് പറയുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഡയലോഗ് പോലെ തന്നെ
പതുക്കെ പതുക്കെ അവർ 2 മുറികളിലേക്ക് അകന്നു. അവർക്ക് മാനസികമായിട്ട് അകൽച്ച വന്നു. ഇതാണ് എൻ്റെ രാജിക്കത്തെന്ന് പറഞ്ഞത് അവർ പഴയ എന്തോ ഒരു ഓർമ്മ. അത് ഹെഡ്ഫോണാണോ? പണ്ട് വാങ്ങിച്ചു കൊടുത്ത ഹെഡ്ഫോണാണോ? അതോ ഇത് വർക്കാവുന്നില്ല ശരിയാക്കി താടേന്നാണോ പറയുന്നത്? എനിവേസ് ഒരു ലെറ്റർ വെച്ച് ഐ ക്വിറ്റ് എന്ന് പറയുന്നു. അതിൽ ഒരു പക്ഷേ ഇവർ 2 പേരും പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരാണെന്നാണ് മനസ്സിലാവുന്നത്. ഇലവഴ, പൂഞ്ചിറ ആ ടീം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ പോലീസ് കഥയാണല്ലോ കൂടുതൽ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലൊരു സീനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നവ്യ നായരുടെ തോളിലെ നക്ഷത്രം 2ആണ്. അപ്പോൾ SI ആണ്. അതേലെ SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ പറയുന്നത്. കാര്യമായി എനിക്കറിയില്ല. ബട്ട് എനിവേസ് ഒരു ഹയർ റാങ്ക് ആണ് പുള്ളിക്കാരി. ചിലപ്പോൾ അങ്ങനത്തെ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. ഒരു എന്താ പറയുക, ഹസ്ബൻഡിന് ഈഗോ അടിക്കാൻ തീർച്ചയായിട്ടും ഇതൊക്കെ മതിയായ കാരണങ്ങളാണ്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ പുള്ളിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. നമുക്കിതിങ്ങനെ ഒരു പരസ്ത്രീ ബന്ധത്തിൽ കൊണ്ട് നിർത്തുന്നതിന് എന്തോ ഒരു ഇത്. അപ്പോൾ എനിവേസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളായിരിക്കാം. അങ്ങനെ ഒരു രാത്രി ഇവരിൽ വന്ന് മുട്ടുന്ന ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇവർ 2 പേരും പെടുന്നു. അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരുന്നു. ആ പുറത്ത് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ എക്സിസ്റ്റിംഗ് പ്രശ്നത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുമായിരിക്കും. അങ്ങനെയൊക്കെ. എങ്കിൽ പിന്നെ ക്ലൈമാക്സ് കൂടെ പറഞ്ഞാൽ പോരെ എന്നല്ലേ? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ബട്ട് ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് വൺ. അപ്പോൾ എങ്ങനായാലും നമുക്ക് ഒക്ടോബറിൽ കാണാം. ലെറ്റ് us see മാഗി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഈ യൂട്യൂബിന് പ്രാന്താണ്. അതായത് ചില വീഡിയോസ് 4K വ്യൂസ് ഒക്കെ കൊണ്ടെത്തിക്കും. ചില ഇതൊക്കെ 100, 300 ലെവലിലൊക്കെ എത്തിക്കും. സോ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോയുടെ ഒരു മൂവ്മെൻറ്റ്സ് വരുന്നത്. പ്ലീസ് ഡു ദാറ്റ്. താങ്ക് യു.